അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. റസാ വ്ളോഗിന്റെ മറ്റൊരു പ്രേക്ഷകർക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇവിടെ നെല്ലിയാമ്പതിയില് ഈ സ്ഥലത്തിന്റെ പേരെന്താ, ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിന്റെ അവിടെ ഉള്ളത്. ഇവിടുന്ന് ട്രക്കിംഗ് യാത്ര സാധാരണ ഇവിടെ ഞങ്ങൾ വരാറുണ്ടെങ്കിലും ട്രക്കിംഗ് യാത്ര ചെയ്യാറില്ല. പക്ഷെ ഞങ്ങളിന്ന് 4-5 ആളുകളുണ്ട്, ഭയങ്കര താല്പര്യം അല്ലേ. ഒരു പർവ്വതത്തിന്റെ അപ്പുറമൊക്കെ എത്തുന്ന പറഞ്ഞത് 2-3 വ്യൂ പോയിന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഏതാണെങ്കിലും അലി എന്ന് പറയുന്ന ഡ്രൈവറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൂപ്പര് വണ്ടിയിലാണ് നമ്മുടെ യാത്ര. അലിഭായ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് വെള്ളം എടുക്കാൻ വേണ്ടി മൂപ്പര് പോയിക്കാണ്, നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൂപ്പര് വന്നിട്ട് നമ്മള് പറയും. ഞങ്ങൾ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ ഡ്രൈവറിനെ ഇന്ന് സ്പീഡിൽ കൊണ്ടുപോകണേ. അങ്ങോട്ട് 7 കിലോമീറ്റർ, ഇങ്ങോട്ട് 7 കിലോമീറ്റർ, ടോട്ടൽ 11 കിലോമീറ്റർ. അല്ല വഴി കണ്ടോ, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതന്നെയാണ് ഓഫ് റോഡ് നെല്ലിയാമ്പതി. ഈ നെല്ലിയാമ്പതി എന്ന ആളുകള് ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ യാത്ര മുതലാവുള്ളൂ, അല്ലെങ്കിൽ മുതലാവൂല. അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വരേണ്ട സ്ഥലമാട്ടത്. ഇനി പോണൊക്കെയാണ്ട് വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കയറണം. ഇതാണ് ഓഫ് റോഡിന്റെ അവസ്ഥ. ഇക്കൂടെയൊക്കെയാണ് വണ്ടി കയറി വരുന്നത്. വണ്ടി ആടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോ ട്രക്ക് യാത്ര ഏകദേശം പകുതി എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഉള്ളത്, വ്യൂ പോയിന്റ് ഉള്ളത്. ഇപ്പൊ നിങ്ങള് കയറി വരുന്ന കണ്ടിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് യാത്ര ചെയ്യാണ്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അങ്ങനെ 7 കിലോമീറ്റർ മേലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ 7 കിലോമീറ്റർ ഇതൊരു സംഭവമായിട്ട് യാത്ര. ഈ നെല്ലിയാമ്പതി വരുന്ന ആളുകള് നിർബന്ധമായിട്ടും വരാൻ. ഞങ്ങൾ നേരത്തെ ഒരാള് വരാൻ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, മെയിൻ്റെ ആക്കിയില്ല. പിന്നെ പോയി വന്ന ടീമിനോട് അഭിപ്രായം ചോദിച്ചു, പോലും പറഞ്ഞ അടിപൊളിയാണ്, സൂപ്പറാണ് പറഞ്ഞപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, യാത്ര തീരുമാനിച്ചു. എന്താ ചോദിച്ചു കഴിഞ്ഞാല് നല്ല നടുവേദന, അങ്ങനെയുള്ളവരൊക്കെ കൊണ്ട് വരാതിരിക്കാൻ നല്ലത്. ആൾക്കാർ വൈബിളുള്ളവർക്ക് എന്തായാലും വഴിയല്ലേ, ഞങ്ങൾ വന്ന വഴിയല്ലേ, ഞങ്ങൾ വന്ന വഴിതാ. നേരെ ഒരു കുത്തനെ വരും, ഇങ്ങനെ കറക്റ്റ് എടുത്തു ഇറക്കി. പിന്നെതാ ഇത് വ്യൂ പോയിന്റ്, ഒന്നാമത്തെ വ്യൂ പോയിന്റ് ആണ്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇവിടെ ഈ നമ്മളെ ഈ പിന്നെ വ്യൂ പോയിന്റ് എന്താ, ഒന്നും കാണാനില്ല, ഒരു രക്ഷയില്ല. സൂപ്പർ. ഇവിടെ പലതവണ കാണണം, ഇവിടെ ഒന്നും കാണാനില്ല, അതൊരു വൈബല്ലേ. കാണാനില്ലാതിരിക്കല് വേറൊരു വൈബാണ് അല്ലെ. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഭയങ്കര സംഭവം. എന്താ രസം. അവസാനം എത്തി, എൻഡിലെത്തിയില്ലേ, ഭയങ്കര സംഭവം. ഇപ്പൊ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പാറന്റെ ഇടയിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ഇത് നേരെ താഴെ കൊക്കയാണ്.
നമ്മളെ ഡ്രൈവർ ഭയങ്കര സംഭവമാണ്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്ത് മണികണ്ഠൻ പറഞ്ഞ ചെറുപ്പക്കാരനാണ്, നമ്മൾ അലി മാറിയിട്ടാണ് മണികണ്ഠനെ ഏൽപ്പിച്ചത്. ഏതാണെങ്കിലും അതിന്റെ അടുത്തുകൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് മൂപ്പര് ഒരു വട്ടം നമ്മൾ വന്നു, പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പിന്നെ എന്ത് ചെയ്തു, രണ്ടാം വട്ടം ഒന്ന് കറക്കിപ്പിച്ച്. നല്ലൊരു യാത്രയാണ് സംഗതി. ഇവിടെ നോക്കി, ഒരുപാട് നല്ല സുന്ദരമായ കാഴ്ചകളാണ്, ഒരുപാട് പർവ്വതങ്ങള്, മലകള്. മൈൻഡ് ഫ്രഷ് ആവുന്ന മാത്രല്ല, പിന്നെ മനസ്സിന് നല്ലൊരു സമാധാനം ആയിക്കോട്ടെ. മൈൻഡ് ഫ്രഷ് ആവുന്നുണ്ട് അല്ലേ, മനസ്സിന് സമാധാനം ഉണ്ടാവും. ഏതാണെങ്കിലും ഒരുപാട് ആളുകള്, വയസ്സുള്ള തള്ളാരും അല്ലാത്തവരൊക്കെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. എല്ലാരും വരുന്നുണ്ട്. വേണമെങ്കിൽ എന്ത് ചെയ്യാ, ഇങ്ങോട്ട് വരുന്ന ആളുകൾ നിർബന്ധമായിട്ട് പക്ഷെ നമ്മളെ വണ്ടിക്ക് നോക്കാനും ഭയങ്കര സ്പീഡാണ് കയറ്റില്ലേ. ഇതിലാരൊക്കെ സ്ത്രീകളുണ്ട്, അതുകൊണ്ടായിരിക്കും, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. അതാണ് മെയിൻ ആയിട്ട്. ഏതാണെങ്കിലും പറഞ്ഞു വന്നത്, ഈ നെല്ലിയാമ്പതിയൊക്കെ വരുന്ന നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരുന്ന ആളുകൾ നിർബന്ധമായിട്ട് ആ പൈസ മുതലാവണമെങ്കിൽ എന്ത് ചെയ്യാ, ഈ ട്രക്ക് യാത്ര ചെയ്യാം. നമ്മുടെ ഡ്രൈവർ കേട്ടോ മണികണ്ഠൻ, വേറെ ലെവലാണ്, മാസാണ്. തിരിച്ചു പോകാൻ ഒരു രക്ഷയില്ല കേട്ടോ, ആള് പോളിയാ. അതെ അതെ തിരിച്ചു പോകണെങ്കിൽ അതെ സെറ്റ്.